രത്നഗിരി ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പെട്ടെന്ന് വിചാരിച്ചത് ഒരു ഷോപ്പാണെന്നാണ്, പക്ഷെ അതൊരു ടാക്സിയാണ് നോക്കിക്കുക. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഒന്ന് നൈറ്റിലൊന്ന് കറങ്ങാച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗൈസ്. മഹാരാഷ്ട്രയിലെ വീതികളിലൂടെ പട്ടാപകലെ ഇറങ്ങി നടക്കുന്ന എലികളെ കണ്ടോ നോക്കിക്കേ. പുറത്ത് പോയ സമയത്ത് ഒറ്റ ഷോപ്പില്ല എന്ന് പറയാൻ കാരണം ബിൽഡിങ്ങിന്റെ ഒരു അവസ്ഥ നോക്കിയൊക്കെ നിങ്ങൾ കണ്ടോ. നമ്മളെ കേരളത്തിലൊക്കെ എവിടെയെങ്കിലും ബിൽഡിങ്ങുകൾ ഇങ്ങനെ കിടക്കുമോ ഇത്രയും മോശമായിട്ട്? അത് ടൗണിൽ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് മഹാരാഷ്ട്രയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ കേട്ടോ രത്നഗിരി. പിന്നെ ആ ബാക്കിൽ കാണുന്നൊക്കെ ഗോഡൌൺ ആണ് തോന്നുന്നു കേട്ടോ. ഗോഡൌൺസ് അതന്നെ ഗോഡൌൺ. അല്ലെങ്കിൽ മികച്ചൊരു അപ്ഡേഷൻ ഒന്നും പറയാനൊന്നുമില്ല. നമ്മളെ കേരളത്തിലൊക്കെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ പോരട്ടോ, തീരെ പോരാ. ഇരിപ്പിടങ്ങളൊക്കെ കണ്ടോ പഴയ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രത്നഗിരി ഇപ്പൊ 5 മണി ആയിട്ടുണ്ട്. അപ്പോ ഈ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ആളുകൾ പൊതുവെ കുറവാണ്. അപ്പൊ രത്നഗിരിനോട് നമ്മൾ ബൈ പറയാം ഗൈസ്. അങ്ങനെ രാത്രി 9:30 മണിക്ക് നമ്മൾ പൻവേൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. പൻവേലാട്ടോ മഹാരാഷ്ട്രയിലെ മെയിൻ ആയിട്ടുള്ള ജംഗ്ഷൻ. ബാക്കി നമുക്ക് എത്തിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ പൻവേലിലെത്തി. ബാഹർ സേ നമുക്ക് പുറത്തേക്ക് പോകണം. ഓരോ പ്രശ്നം മച്ചന്മാരങ്ങനെ പൻവേൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പൻവേലെത്തി ഇനി റൂം തപ്പണം. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് മലയാളീസിനായിട്ടുള്ളൊരു പ്രത്യേക സ്ഥലമുണ്ട്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഒരു റൂം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. റൂമിൽ 800 രൂപയ്ക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ അറിയുന്ന ഒരു ചേട്ടൻ കേട്ടോ കണ്ണൂരിൽ നിന്ന്. അപ്പൊ മൂപ്പര് റൂം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഒരു 800 രൂപയ്ക്ക് കിടവൻ റൂമാണ്. ഗൈസ് മഹാരാഷ്ട്രയിലെ വീതികളിലൂടെ പട്ടാപകലെ ഇറങ്ങി നടക്കുന്ന എലികളെ കണ്ടോ നോക്കിക്കേ. ആദ്യമായിട്ടുണ്ട് എത്ര ആളുകൾ നിൽക്കുമ്പോഴും എലിയൊക്കെ നമ്മളവിടെ ഉള്ള എലിയാണെങ്കിൽ പാഞ്ഞിട്ടുണ്ടാവും പേടിച്ചിട്ട്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ ഒന്ന് നൈറ്റിലൊന്ന് കറങ്ങാച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. റോഷൻ അവിടെ ഉണ്ട്. പിന്നെ അപ്പൊ റൂമിന്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ നേരെ പോകുന്ന റൂമിലേക്കാണ്. അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഇനി കാണാം. ഓക്കെ, കുറഞ്ഞ റേറ്റുകൾക്ക് ഇനിയും റൂമൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഒരുപാട് തിരയാനുള്ള സമയമില്ല. രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് നേരാലേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഫ്രഷപ്പായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ റൂമിന്റെ വീഡിയോ ഞാൻ കാണിക്കട്ടോ. റൂമിലെത്തിയിട്ട് കാണിക്കാം, നമുക്ക് നോക്കാം. പിന്നെ റൂം കുഴപ്പമൊന്നുമില്ല. ഒരു 800 രൂപയ്ക്ക് രണ്ടാളാകുമ്പോൾ 400 എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. വലിയ സെറ്റപ്പ് ഇല്ല, എന്നാലും നോർമലാണ്, കുഴപ്പമില്ല. എടാ അപ്പോൾ ഒരു ഏകദേശം പൻവേലിലെ മഹാരാഷ്ട്ര പൻവേലിലെ ഷോപ്പുകളൊക്കെ ഏകദേശം അടച്ചു തുടങ്ങിയിട്ട് സമയം 10:30 ആയിട്ടുള്ളൂ. 10:30. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് ഒന്ന് പുറത്ത് പോയിരുന്നുണ്ടോ. പുറത്ത് പോയ സമയത്ത് ഒറ്റ ഷോപ്പില്ല എന്ന് പറയാൻ കാരണം നമ്മളെ അടുത്തുള്ള ഷോപ്പുകളൊന്നും ഇല്ല. അപ്പൊ എന്താ ചെയ്തത്, ഞങ്ങള് നാളത്തേക്ക് ദിവസം വെള്ളം വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഫുഡും വാങ്ങിയിട്ട് റൂമിലെത്തി കഴിക്കാൻ നമ്മളെ റൂമാട്ടണം. അപ്പോ 208 ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല, ഒരു ചെറിയ ഡബിൾ ബെഡ്, കുഴപ്പമില്ലാത്ത മാട്രസ്. ഒരു 10-800 രൂപയ്ക്ക് ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പോരാ എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ബാത്റൂം എവിടെയാണ്? ബാത്റൂമും വലിയ കുഴപ്പമില്ല. ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് നാളത്തെ പോകുമായിട്ട് വന്നിട്ടുണ്ട് നമസ്കാരം തീരുമാനിക്കാനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വരുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ഫുഡ് വാങ്ങി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സാധാരണ പച്ചക്കറിക്കറി അതുപോലെ മീൻകറിയും കെട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസ്, പിന്നെ ആച്ചിന്റെ മാങ്ങാച്ചാറുണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ട്.
പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിയാട്ടോ. പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളെ ഏകദേശം സെക്കൻഡ് തേർഡ് ഫ്ലോറിലാണ്. സെക്കൻഡാണോ തേർഡാണോ? സെക്കൻഡാണ്. നേരെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് എന്ത് ഇവിടെ നമ്മളെ രജനി അണ്ണന്റെ ഇന്നാണല്ലോ റിലീസ് പടം 15-ാം തീയതി സിനിമ കൂലി. കണ്ടോ ഇവിടെ കൂലിന്റെ പോസ്റ്റർ കണ്ടോ? ഇത് ടാക്കീസാടാ കണ്ടോ? ഇത് ഇപ്പുറത്തെ ലോഡ്ജും ഇപ്പുറത്ത് താഴെ ടാക്കീസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പെട്ടെന്ന് വിചാരിച്ചത് ഒരു ഷോപ്പാണെന്നാണ്, പക്ഷെ അതൊരു ടാക്കീസാണ്. നോക്കിക്കേ ഈ ബിൽഡിങ്ങിന്റെ ഒരു അവസ്ഥ നോക്കിക്കേ നിങ്ങൾ. കണ്ടോ നമ്മളെ കേരളത്തിലൊക്കെ എവിടെയെങ്കിലും ബിൽഡിങ്ങുകൾ ഇങ്ങനെ കിടക്കുമോ ഇത്രയും മോശമായിട്ട്? അത് ടൗണിന് പുറമേ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ ടൗണിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഓക്കെ മച്ചമാരെ, നിങ്ങൾ പിന്നെ മാതാരാണിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂം ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സജസ്റ്റ് ചെയ്യുന്നത് എന്നത് പിന്നെ റൂമിന്റെ ക്വാളിറ്റി ഒന്നും തീരെ പോരാ. പക്ഷെ എങ്കിലും ഒരു 800 രൂപയ്ക്ക് രണ്ടാണെങ്കിൽ 400 രൂപയ്ക്ക് നമുക്കൊന്ന് ഫ്രീ ആവാൻ ലോവർ ബെഡിൽ എടുക്കണമെങ്കിൽ എടുക്കാം. 1 മണിക്കൂറിന് 10 രൂപ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ. കൺവേറിൽ 1 മണിക്കൂറിന് 10 രൂപ ഉള്ളൂ. പക്ഷെ അത് ഒന്നുകൂടി കംഫർട്ട് അല്ല. നമ്മുടെ കയ്യിൽ ബാഗ് ലഗേജ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ക്യാഷ്. ഒന്നുകൂടെ ഫ്രീ ആവണമെങ്കിൽ റൂം എടുത്തേ പറ്റുള്ളൂ. കൺവേറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ശുഭം ലോഡ്ജാണ്. ലോഡ്ജിന്റെ പേര്. അപ്പൊ ഇനി നമുക്ക്